വെൽക്കം ടു ഫ്ലോർ കളക്ഷൻസ്. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹോം ടൂറാണ്. ഇവിടെ ഈ ഹോം ടൂറിന് ഈ വീട്ടിൽ വന്നപ്പോഴേ ശരിക്കും ഈ വീട് എടുക്കാൻ വേണ്ടി വന്നതാണ്. പക്ഷെ നമ്മുടെ ശ്രദ്ധ പോയത് പുറത്തേക്കാണ്. അനങ്ങനടി മേലയുടെ താഴെ പാടം, പച്ചപ്പ്, മരങ്ങൾ. ഈ മനോഹര തീരത്ത് തരും, ബാക്കി എനിക്കറിയില്ല. അങ്ങനെ എന്തൊരു പാട്ടില്ലേ പഴയ മലയാളത്തിൽ. ശരിക്കും അത് ഇവിടെ വന്നപ്പോൾ പാടാൻ തോന്നി. ഇവിടെ താമസിക്കാൻ നമ്മളെ പാലക്കാടിന് ഒരു ഇച്ചിരി ചൂട് എന്ന് പറയാവുന്ന ഒരു ന്യൂനത അല്ലാതെ വേറെ ഒന്നും പറയാനില്ല. വണ്ടർഫുൾ പ്ലേസ്, വണ്ടർഫുൾ ലൊക്കേഷൻ. രജീഷ് എന്ന് പറഞ്ഞ നമ്മുടെ ഒരു കസ്റ്റമറാണ്. പുള്ളി കടമ്പഴിപ്പുറം ആണ് ഇത് എക്സാക്ട് ലൊക്കേഷൻ വരുന്നത്. കടമ്പഴിപ്പുറം എന്ന് പറഞ്ഞാൽ കടമ്പഴിപ്പുറത്ത് നിന്ന് കുറച്ചും കൂടെ ഡീവിയേഷൻ എടുക്കണം. അപ്പോൾ പുള്ളിയുടെ വീട് എങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്, നമ്മുടെ അടുത്തുനിന്ന് കൊണ്ടുപോയ ടൈൽസാണ്, എങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് നമുക്ക് നോക്കാം. നമ്മുടെ പുതിയ ഹോം ടൂർ വീഡിയോ സീരീസിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ ക്ലയന്റ്, നമ്മുടെ കസ്റ്റമറാണ്. പിന്നെ രജീഷ് എന്നാണ് സാറിന്റെ പേര്. സാറിന്റെ വീട് ഞങ്ങളുടെ ചാനലിൽ ഒന്ന് കാണിക്കാൻ സ്വീകരിച്ച ആ മനസ്സിന് ആദ്യമേ ഒരു താങ്ക്സ്. ഞാൻ ഇവിടെ കയറി വന്നപ്പോ തന്നെ നമ്മുടെ വീടിന്റെ എലിവേഷൻ ഞാൻ നോക്കിയായിരുന്നു. നല്ല ആ വാളിൽ ചെയ്തേക്കുന്ന വർക്ക് അത് വളരെ നന്നായിട്ടുണ്ട്. എന്താണത്, എന്ത് വർക്കാണ്? ടൈലല്ലാതെ മനസ്സിലായി. അത് നമ്മൾ എന്താണ് ഈ ഏഷ്യൻ പെയിന്റിന്റെ മറ്റേ കുട്ടി വർക്കാണ്. അത് എന്താ ടെക്സ്ചർ പെയിന്റ് ഒക്കെ ചെയ്തിട്ട് ടെക്സ്ചർ പെയിന്റ് ആണ് നമ്മൾ തന്നെ പറഞ്ഞ് ചെയ്യിപ്പിച്ചാണ്. ഓക്കെ, അത് വളരെ നന്നായിട്ടുണ്ട്. കാരണം ഒരു ഷോ വാള് പോലെ, ഷോ വാൾ എന്നല്ല, അതിന്റെ നിങ്ങളുടെ വീടിന്റെ ശരിക്കും എലിവേഷൻ ഒരു ഭയങ്കര അട്രാക്ഷൻ കിട്ടിയ ഒരു സംഭവമാണ്. പിന്നെ സ്പെഷ്യൽ കൺഗ്രാറ്റുലേഷൻസ് വീട് വെച്ചതിനല്ല, ഈ വീടിന് ലൊക്കേഷൻ തെരഞ്ഞെടുത്തേ. അത് ഒരുപാട് നോക്കി ലാസ്റ്റ് എന്റെ കൺസെപ്റ്റിൽ ഒരു സ്ഥലം അങ്ങനെയാണ്. പൊതുവെ ഈ സിറ്റിയില് അതിന്റെ തിരക്കും ബഹളമൊന്നും ഇഷ്ടമല്ല. കുറച്ച് കാമേൻ കോയറ്റും പിന്നെ ഇതുപോലെ വയലുകളും ഒക്കെ കാണണം, മഴയും. എക്സലന്റ് പ്ലേസ് ആണ്. നമ്മൾ കയറി വരുമ്പോ തന്നെ നമ്മൾ സ്വീകരിക്കുന്നത് ഒരു കൊച്ചു സിറ്റ് ഔട്ടാണ്. നല്ല ഭംഗിയുള്ള സിറ്റ് ഔട്ടാണ്. സിറ്റ് ഔട്ട് നേരത്തെ പറഞ്ഞ മാതിരി പുറത്തെ കാഴ്ചകള് മാക്സിമം ആസ്വദിക്കാവുന്ന രീതിയിലാണ് ഇതിന്റെ സിറ്റ് ഔട്ട് പ്ലാൻ ചെയ്തിട്ടുള്ളത്. കയറി വരുമ്പോൾ നമ്മുടെ സ്റ്റെപ്സിലുള്ളത് ലപ്പോത്ര ഗ്രാനൈറ്റ് ആണ്. അത് നമുക്ക് തൊടുമ്പോൾ തന്നെ നല്ലൊരു ഫിനിഷ് ഉള്ള ഒരു ഗ്രാനൈറ്റ് ആണ്. അതുപോലെ തിണ്ണ പോലെ ഒരു സംഭവം ഉണ്ടാക്കിയിട്ടുണ്ട്. വാള് ഇത് കെരാസ്റ്റോൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡാണ്, ടൈൽസ് ആണ്. കണ്ടാൽ ശരിക്ക് നമ്മൾ പഴയ കല്ലിങ്ങനെ കുത്തി എടുത്ത പോലെ ഒരു ഫീലിംഗ് ഉള്ള ഒരു ടൈലാണ്. അതുപോലെ തന്നെ നമ്മൾ നിലത്ത് ഇട്ടിരിക്കുന്നതും ഒരു പക്ക മാർബിൾ, ഒരു ഒറിജിനൽ മാർബിൾ, നാച്ചുറൽ സ്റ്റോൺ ഫിനിഷ് ഉള്ള കജാരിയുടെ ബ്രസിയ അറോറ എന്ന് പറയുന്ന ഒരു ടൈലാണ്. അത് 4x2 ആണ് ടൈലിന്റെ സൈസ്. സിറ്റ് ഔട്ടിൽ നിന്ന് നമ്മൾ നേരെ പോകുന്നത് അവരുടെ ലിവിംഗ് റൂമിലേക്കാണ്. ലിവിംഗ് റൂമിൽ എഗെയിൻ ആ സെയിം ബ്രസിയ അറോറ എന്ന കജാരിയുടെ 4x2 ടൈൽസ് തന്നെയാണ് കണ്ടിന്യൂ ചെയ്തിട്ടുള്ളത്. പിന്നെ ലിവിംഗ് റൂമിൽ തന്നെ അവര് ടിവിയുടെ ഒരു സെക്ഷൻ അവർ കൊടുത്തിട്ടുണ്ട്. ടിവിയുടെ ഒരു വാളും അവരവിടെ ചെയ്തിട്ടുണ്ട്. ഈ വർക്ക് നന്നായിട്ട് ആദ്യം 2 ലേയേഴ്സ് ആയിട്ട് അവരത് ചെയ്ത് പിന്നെ അതിൽ ടി.വി വെച്ച് അത്യാവശ്യം സ്റ്റോറേജും കാര്യങ്ങളും ഒക്കെ വരുന്ന രീതിയിൽ അവരത് ശരിക്കും ഭംഗിയിൽ അത് പ്ലാൻ ചെയ്തിട്ടുണ്ട്. വീടിന്റെ ഉള്ളിലേക്ക് വരുമ്പോൾ ഈ ടൈൽസ് തന്നെയാണ് കണ്ടിന്യൂ ചെയ്യുന്നത്. അവരുടെ ഡൈനിങ് ഹാളിലേക്കൊക്കെ ടൈൽസ് തന്നെയാണ് കണ്ടിന്യൂ ചെയ്യുന്നത്. പക്ഷെ അവരുടെ വാള് അവർ വേറൊരു രീതിയിൽ നല്ല ഒരു സാധാരണ അങ്ങനെ കാണാത്ത ടൈപ്പ് ഒരു കളറ് വെച്ച് പെയിന്റ് ചെയ്ത് ഈ ഹാളിനൊരു പച്ചപ്പിന്റെ അവിടെ പുറത്ത് കാണുന്ന ഒരു പച്ചപ്പിനെ പരമാവധി ഇങ്ങോട്ട് കണ്ടിന്യൂ ചെയ്യാൻ നോക്കിയതാണ്. അതുപോലെ തന്നെ ഈ കോണിയുടെ അടിയിൽ നല്ല സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഇവിടെയാണെങ്കിലും ചെറിയൊരു ഡൈനിങ് ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഡൈനിങ് ടേബിളും അദ്ദേഹം ചെയ്തിരിക്കുന്ന ടൈൽസിലാണ് ചെയ്തിരിക്കുന്നത്. ഇത് കജാരിയുടെ തന്നെ ഒരു പ്രൊഡക്റ്റ് ആണ്. കിച്ചണിലേക്ക് വരുമ്പോൾ കിച്ചണിൽ ഫ്ലോറിൽ അവർ യൂസ് ചെയ്തിട്ടുള്ള ടൈൽസ്, ഈ ടൈൽസും ഈ വൈറ്റും ഇതിന്റെ ഈ കളർ ടോണും ഇതിന്റെ വൈറ്റ് ഒരു ബാക്ക്ഗ്രൗണ്ടും കളർ ടോണും, അത് രണ്ടിന്റെയും കൂടി ഒരു കോമ്പിനേഷൻ ശരിക്കും നല്ലൊരു ഡെഡ്ലി, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ആ കോമ്പിനേഷൻ. ഇവിടെ താഴെ അവർ ചെയ്തിരിക്കുന്നത് ടൈലാണ്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോൺക്രീറ്റിന്റെ ഒരു ഫിനിഷും കോൺക്രീറ്റിന്റെ റസ്റ്റിക് ലുക്കും കിട്ടുന്ന, നമ്മളുണ്ടല്ലോ ഒരു റോ കോൺക്രീറ്റ് ചെയ്താൽ അതിന്റെ ഒരു ഫിനിഷ് ഇല്ലേ, ആ ഒരു ഫീലും ആ ലുക്ക് ആൻഡ് ഫീല് കിട്ടുന്ന ഒരു ടൈലാണ്. ഓസ്ലോ ബ്രോൺസ് എന്ന് പറഞ്ഞിട്ട് കജാരിയുടെ 4x2 ടൈലാണ്. അതുപോലെ കിച്ചണിന്റെ വാളില് അവര് ക്യൂട്ടോൺ എന്ന് പറഞ്ഞൊരു ബ്രാൻഡ്, ക്യൂട്ടോൺ അത്യാവശ്യം നല്ല ഡിസൈൻസ് ഒക്കെ ഉള്ള ഒരു ബ്രാൻഡാണ്. അതിന്റെ സ്വിസ്ലർ വൈറ്റ് എന്ന് പറഞ്ഞൊരു ടൈലാണ് അവർ യൂസ് ചെയ്തിട്ടുള്ളത്.
അതുപോലെ കിച്ചൺ ടോപ്പായിട്ട് അവർ ഗ്രാനൈറ്റ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഈ 2 ടൈലുകളും നമ്മുടെ അടുത്ത് നിന്നാണ് അവർ ചെയ്തിട്ടുള്ളത്. അവരുടെ സെക്കൻഡ് കിച്ചൺ ആണിത്. ഈ കിച്ചണിലും അവർ ഇത് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു സെയിം ടൈൽ തന്നെ യൂസ് ചെയ്തിട്ടുള്ളത്. സെയിം കോമ്പിനേഷൻ തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. വാളില് ന്യൂട്ടോണിന്റെ സിസ്റ്റർ വൈറ്റ് എന്ന് പറഞ്ഞ ബ്രാൻഡും താഴെ കജാരിയുടെ ഓസ്ലോ ബ്രോൺസ് എന്ന് പറഞ്ഞ ബ്രാൻഡാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ബെഡ്റൂമിലേക്ക് പോകുമ്പോഴും നമ്മളെ ഈ നേരത്തെ പറഞ്ഞ ബ്രിസിയ എന്ന് പറഞ്ഞ കജാരിയുടെ ഈ ടൈല് തന്നെയാണ് അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ തന്നെയാണ് അവരുടെ ബെഡ്റൂമിലേക്കും ഉള്ളത്. ബെഡ്റൂമിൽ അവരുടെ വാർഡ്രോബിന്റെ ഡിസൈൻ ഒരു മാർബിൾ ടച്ചിലൊരു ഡിസൈനാണ് അവർ കൊടുത്തിട്ടുള്ളത്. നന്നായിട്ടുണ്ട്. ബെഡ്റൂമിനൊരു കളർ കൺസിസ്റ്റൻസി നമുക്ക് പറയാം. നല്ലൊരു ചെറിയ ബെഡ്റൂം ആണെങ്കിലും വളരെ നന്നായി, വളരെ എസ്തെറ്റിക്കലി ചെയ്തിട്ടുണ്ട്. അവരുടെ ലൈറ്റിങ്ങും അതിൻ്റെ ഒക്കെ വളരെ നന്നായിട്ടുണ്ട്. ഇനി ബാത്റൂമിലേക്ക് വരികയാണെങ്കിൽ, ബാത്റൂമിൽ റെവലോൺ ബ്ലൂ എന്ന് പറഞ്ഞ നെക്സോൺ എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡിന്റെ പ്രൊഡക്റ്റ് ആണ്. അതൊരു ബ്ലൂയിഷ് ടോൺ ആണ്. അതുപോലെ തന്നെ അതിൽ അവർ ഒരു മെയിൻ വാളില് പെട്ടെന്ന് നമ്മൾ കാണുന്ന ബാത്റൂമിന്റെ കാണുന്ന വാളില് ആണ് ഈ റെവലോൺ ബ്ലൂ എന്ന് പറഞ്ഞ കുറച്ച് ഡിസൈനി ആയിട്ടുള്ള ഒരു ടൈൽസ് അവർ യൂസ് ചെയ്തിട്ടുള്ളത്. ഫ്ലോറിൽ അവർ സിമറോ എന്ന് പറഞ്ഞ കമ്പനിയുടെ 2x2 ടൈൽസ് ആണ് അവർ യൂസ് ചെയ്തിട്ടുള്ളത്. അതായത് എപ്പോക്സി ഒക്കെ ഇട്ടിട്ട് വാട്ടർ പ്രൂഫിങ് എല്ലാം ചെയ്തിട്ട് അടിപൊളിയായിട്ട് വിരിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വീടിന്റെ മേൽഭാഗത്ത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. വീടിന്റെ മേലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ഇവിടെ ഒരു കൈ കഴുകാനുള്ള ഒരു അവരുടെ വാഷ് ബേസിനും ഒക്കെയുള്ള ഒരു വളരെ എന്താ പറയാ, ഡൈനിങ് ഹാളിൽ നിന്ന് പെട്ടെന്ന് ആക്സസ് ചെയ്യാവുന്ന എന്നാൽ വളരെ ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കുന്ന ഒരു സംഭവമാണ് അവരുടെ വാഷ് ബേസിൻ വരുന്നത്. ഇനി വീടിന്റെ മേളിലേക്ക് കയറിയപ്പോൾ സ്റ്റെപ്സിൽ അവർ ലെപ്പോത്ര എന്ന് പറഞ്ഞ ഗ്രാനൈറ്റ് ആണ് അവർ യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിന്റെ സൈഡിൽ അവർ ഇബ്രേസിയ അറോറ എന്ന് പറഞ്ഞ ഇവിടെ പ്രോമിനന്റ് ആയിട്ടുള്ള ആ ടൈൽസിന്റെ ഡിസൈൻ തന്നെയാണ് അവർ കൊടുത്തിട്ടുള്ളത്. ഇതിന്റെ രണ്ടിന്റെയും ഒരു കോമ്പിനേഷനാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. നമ്മൾ കോണി കയറി ചെല്ലുമ്പോൾ ഒരു എന്താ പറയുക, നമുക്ക് ലാൻഡിങ് ഒരു ഏരിയ ഉണ്ട്. അവരുടെ ശരിക്കും ഫസ്റ്റ് ഫ്ലോറിലേക്ക് അവർ എത്തിയിട്ടില്ല. അതിൻ്റെ ഇടയിൽ ലാൻഡിങ് സ്പേസ് ആണ്. ആ ലാൻഡിങ് സ്പേസ് അവരുടെ ഒരു പൂജാമുറിയൊക്കെ പോലെയാണ്. ഇവിടുന്ന് പുറത്തേക്ക് നോക്കിയാൽ എല്ലാവർക്കും കൂടെ വൈകുന്നേരം സ്വസ്ഥമായി ഇരുന്ന് പ്രാർത്ഥിക്കാം. വീടിൻ്റെ എന്താ പറയുക, ആ പ്രാർത്ഥനയുടെ ഒപ്പം തന്നെ അതിന് പ്രകൃതിയുടെയും കൂടി ഒരു കൂട്ട്, അതും കൂടെ ചേർന്നുള്ള ഒരു നല്ല സ്പേസാണ്. എനിക്ക് തോന്നുന്നു ഈ വീട്ടിലെ ഏറ്റവും നല്ലൊരു സ്പേസും ഒരു പോസിറ്റീവ് എനർജി കിട്ടുന്ന ഒരു സ്പേസും ഇതാണ്. നമുക്കതിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് നമുക്കൊന്ന് ചെല്ലാം. ഇവിടെ കുറച്ച് വർക്കൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ സ്റ്റെപ്പ് കയറി നമ്മൾ ഫസ്റ്റ് ഫ്ലോറിൽ വന്നു കഴിഞ്ഞാൽ ചെറിയൊരു പാസേജ് ആണ്. ആ പാസേജിൽ അദ്ദേഹത്തിൻ്റെ ഓഫീസ് റൂമിൻ്റെ ഒരു വർക്കാണ് ഇവിടെ നടക്കുന്നത്. ചൂട് കുറയ്ക്കാനാണ് തോന്നുന്നത്. നല്ല ഓടിൻ്റെ ടൈല് വെച്ചിട്ടാണ് വർക്ക് നടക്കുന്നത്. അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഓഫീസ് റൂമിന് എല്ലാവിധ എനർജി സപ്ലൈയും ഒക്കെ ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് ഇവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ആ ചേട്ടനെയും കൂടി ഒന്ന് പരിചയപ്പെടാം. എന്താ ചേട്ടൻ്റെ പേര്? എന്റെ പേര് നമോത്ത്. ഓക്കെ, എങ്ങനെയുണ്ട് വർക്കൊക്കെ സ്മൂത്തായി നടക്കില്ല? ഇപ്പൊ സ്വിച്ചിന്റെ വർക്കാണോ? റൂം മൊത്തം വയറിങ് ചെയ്യണം. എവിടെ സ്ഥലങ്ങൾ? എന്റെ പിലാപ്പറ്റ. ഇത് നമ്മുടെ ഒപ്പുള്ള ആളാണ് അല്ലേ? എന്താ പേരെന്താ? ഓക്കെ, മൃദു. എങ്ങനെയുണ്ട് വർക്ക്? സാറല്ലേ? സൂപ്പർ അല്ലേ? ഓക്കെ. നമുക്ക് ഇനി നേരെ നമ്മള് ചെന്ന് കഴിഞ്ഞാല് നമ്മള് അദ്ദേഹത്തിന്റെ ബെഡ്റൂമാണ്. ആ ബെഡ്റൂമിലേക്ക് ചെല്ലുമ്പോൾ അദ്ദേഹം ഇവിടെ കാര്യമായി വർക്കിലാണ്. തിരക്കുള്ള ദിവസമാണ്. അപ്പൊ അതിന്റെ ഇടയിലാണ് ഞങ്ങൾ ശല്യപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, ഇത് സാറിന്റെ മാസ്റ്റർ ബെഡ്റൂം അല്ലെ? സാറിന്റെ ബെഡ്റൂമാണ്. സാറ് എവിടെയാ വർക്ക് ചെയ്യണത്? എന്താ ചെയ്യണത്? ബാംഗ്ലൂരിൽ വർക്ക് ചെയ്യുന്നത്. വർക്ക് ഫ്രം ഹോം ആണ്. ഞാന് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ്. ബിടെക് കമ്പ്യൂട്ടർ സയൻസ് ആണ്. പറയേണ്ട ആവശ്യമില്ല. എനിക്ക് സ്വന്തമായിട്ടൊരു സോഫ്റ്റ്വെയർ കമ്പനിയും കൂടി ഉണ്ട് കോഴിക്കോട് കിൻഫ്രയില്. അപ്പൊ അങ്ങനെ പോകണം. അപ്പൊ ഓക്കെ, ഇവിടെയും നമ്മൾ ഈ പറഞ്ഞ പോലെ ടൈൽസിന്റെ കാര്യത്തിലേക്ക് വന്നാല് ഞങ്ങൾ ചിലപ്പോൾ പറഞ്ഞു കഴിഞ്ഞാല് കാട് കയറി IT പരമായിട്ടൊക്കെ ഞങ്ങൾ ചർച്ച ചെയ്ത് വേറെ വഴിക്കൊക്കെ പോകും. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വീണ്ടും നമുക്ക് ടൈൽസിലേക്ക് തന്നെ വരാം. ടൈൽസിലേക്ക് നമ്മൾ വന്നു കഴിയുമ്പോഴത്തേക്കും ഇതേ സെയിം ടൈൽ തന്നെയാണ് അവർ ബെഡ്റൂമിലും അവർ ചെയ്തിട്ടുള്ളത്. പിന്നെ ബാത്റൂമിലും നമ്മൾ അവിടെ കിച്ചണിൽ കണ്ട ടൈൽസിന്റെ വൈറ്റ് ടൈൽസിന്റെ ഒരു വേരിയന്റ് ആണ് അവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. മനോഹരമായി ചെയ്തിട്ടുണ്ട്. അതിന്റെ ഇടയിൽ കൊടുത്തിട്ടുള്ള ആ ഡിസൈനും കാര്യങ്ങളൊക്കെ വളരെ മനോഹരമായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. ലൈറ്റ് ഒക്കെ ഇട്ടപ്പോൾ ഒന്നുകൂടി അട്രാക്റ്റീവ് ആയി അല്ലേ സുധി? പിന്നെ ഞാൻ വീണ്ടും കേറുമ്പോ പറഞ്ഞതുപോലെ ഏറ്റവും അടിപൊളി ഈ വീടിന്റെ ലൊക്കേഷൻ ആണ്. വീട് മോശമായി എന്നല്ല പറയണത്, വീടിന്റെ ലൊക്കേഷൻ ആണ് ഏറ്റവും അടിപൊളി. അപ്പം ഇനി ജസ്റ്റ് ഞങ്ങളൊരു ഫീഡ്ബാക്ക് ചോദിക്കാം. എന്താണ് സത്യസന്ധമായ ഫീഡ്ബാക്ക് പറഞ്ഞോളൂ. എന്തായാലും നല്ലതാണെങ്കിലും ചീത്തതാണെങ്കിലും ഒക്കെ നമുക്ക് പ്രശ്നമില്ല. എന്തായിരുന്നു ഞങ്ങളുടെ ഫ്ലോർ കളക്ഷൻസിനെ പറ്റി സാറിന്റെ ഒരു ഫ്ലോർ കളക്ഷൻസിൽ നോക്കി കഴിഞ്ഞാൽ എന്താണ് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അവിടുത്തെ എന്താണ്
അവര് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഒത്തിരി സപ്പോർട്ടായിരുന്നു. ആ. ഞാൻ ആക്ച്വലി ഈ ടൈല് അന്വേഷിച്ചിട്ട് പോയത് എന്താണ് ഇവിടെ പത്രിപ്പാല, ഈവൻ മണ്ണാർക്കാട് ആ ഏരിയകളിലൊക്കെ ഞാൻ ഫുള്ള് കറങ്ങി. ഈ പട്ടാമ്പി ഭാഗത്തൊക്കെ ഒരുപാട് നമ്മൾ നോക്കിയിട്ടുണ്ട്. കാരണം ഈ ടൈൽ എന്തായാലും ബ്രേഷ്യ അപ്പൊ ഇത് തന്നെ വേണിച്ചിട്ടായിരുന്നു ഞങ്ങള്. ഇത് വെച്ചിട്ട് ഇവിടെ ആലുവയിൽ അവിടെ ഇവിടെ ഒരു പള്ളിയിൽ ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതേ ടൈലിനെ വേണം പറഞ്ഞിട്ടായിരുന്നു ഞങ്ങൾ അന്വേഷിച്ചു. അപ്പൊ അന്വേഷിച്ച് ലാസ്റ്റ് വെറുതെ ഞങ്ങൾ അവിടെ പോയി വിസിറ്റ് ചെയ്തായിരുന്നു. അപ്പോഴായിരുന്നു ഇത് അവിടെ ഡിസ്പ്ലേയിൽ കണ്ടത്. ശരി, സാർ ഇത് വേറൊരു സ്ഥലത്ത് കണ്ട് ഇഷ്ടപ്പെട്ട് ഈ സെയിം സാധനം അന്വേഷിച്ചിട്ട് അപ്പൊ അവിടെ കണ്ടപ്പോ അതിന്റെ ഫോട്ടോ ഒക്കെ എടുത്തു വെച്ചായിരുന്നു. അവിടെ ഫോട്ടോ എടുത്തു. എന്നിട്ട് പിന്നെ അഖില എനിക്ക് അതിന്റെ ഇതേ എക്സാക്ട്ലി ടൈലല്ല, ഇതുപോലെ ഇതിന്റെ ഒരു വേറെ വേരിയന്റ് വെച്ചിട്ട് അവർ ചെയ്തിട്ടുള്ള വേറൊരു വീഡിയോന്റെ ഫോട്ടോ അയച്ചു. അപ്പൊ പിന്നെ തന്നെ എന്റെ ഉറപ്പിച്ചു. അപ്പൊ പുള്ളിക്കാരത്തേക്ക് നല്ല സപ്പോർട്ടായിരുന്നു ചെയ്തപ്പോഴും. എല്ലാതും എന്താണ് കാണിച്ചു തന്നു. പിന്നെ നല്ലൊരു റീസണബിൾ പ്രൈസ് ഞാൻ വിചാരിച്ചു ഇതിന് ഒത്തിരി റേറ്റ് എല്ലാം ഹൈഫൈ ഇതായി പോകുന്നു. പക്ഷെ അത് നമ്മുടെ ബഡ്ജറ്റിൽ ഒതുക്കുന്ന നല്ലൊരു കൊട്ടേഷൻ. നമ്മുടെ കസ്റ്റമേഴ്സിന്റെ അടുത്ത് നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു പോസിറ്റീവ് ഇതുണ്ടല്ലോ. ഞങ്ങൾ എപ്പോഴും പറയുന്നത് നമ്മൾ വീട് വെക്കുക എന്ന് പറയുന്ന ഒരു സ്വപ്നമാണ്. അപ്പൊ ആ സ്വപ്നത്തിനോട് ഒപ്പം നിൽക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വീട് വെക്കുന്ന പറഞ്ഞാൽ നല്ലൊരു അത്യാവശ്യം നല്ലൊരു ബുദ്ധിമുട്ടായ കാര്യം, നല്ല ടെൻഷൻ പിടിച്ചൊരു പരിപാടിയാണ്. പക്ഷേ നമുക്ക് ഇത് ഫിനിഷിംഗ് സ്റ്റേജ് എത്തിയ സമയത്ത് നമുക്ക് എന്താണ് അവിടെ നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഏതൊക്കെയോ 1-2 ടൈലിന്റെ ഒക്കെ നമുക്ക് കുറവുകളുണ്ടായിരുന്നു. എന്നിട്ട് അവർ തന്നെ നമുക്ക് ഫ്രീ ആയിട്ട് അത് എത്തിച്ചു തന്നു. അതൊന്നൊരു അതൊക്കെ എന്താണ് നല്ല സപ്പോർട്ടായിരുന്നു. തീർച്ചയായിട്ടും. അപ്പൊ ഞങ്ങൾ എന്തായാലും ഒരിക്കൽ കൂടി സാറിനോട് നന്ദി പറയുന്നത്. സാറിന്റെ ഈ തിരക്ക് എനിക്കറിയാം, IT മേഖലയിലെ തിരക്ക് എനിക്കറിയാം. കോൾസിലായിരിക്കും, മീറ്റിംഗിലായിരിക്കും, ഗൂഗിൾ മീറ്റിലുണ്ടാവും. അപ്പൊ അതിൽ നിന്നും പെട്ടെന്ന് അങ്ങനെ ലീവ് ചെയ്യാൻ പറ്റില്ല. ഞാൻ അധിക സമയം എടുത്ത് സാറിന്റെ ഇന്നത്തെ വർക്ക് സാറിന് ഇനിയും വർക്ക് ചെയ്ത് ഒരു വീടും കൂടെ വെക്കാനുള്ള ഒരു സൗകര്യം ഉണ്ടാവട്ടെ. വീട് വെക്കുന്നതിന്റെ ആവശ്യം വരും. നമ്മുടെ ചേച്ചിയുടെ മക്കളൊക്കെ അവർക്ക് ഓരോന്ന് 2 വീട് അത്യാവശ്യമാണ്. ആയിക്കോട്ടെ, താങ്ക് യു വെരി മച്ച്. അപ്പോൾ ഒരിക്കൽ കൂടി ഞങ്ങൾക്ക് സമയം തന്നതിന് താങ്ക് യു വെരി മച്ച് സർ.